പ്രാവശ്യം കൂടെ ഇവിടെ മധ്യേ ആയിരിക്കാൻ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the grace and the opportunity that He has given to stand before you with the word of the Lord. ഇതുവരെ അവകാശം ഒരുക്കിയ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും അറിയിക്കുന്നു. And I also thank those who have arranged for this opportunity as well. കഴിഞ്ഞ ചില 2 ആഴ്ചകൾ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഞാൻ എടുത്തപ്പം വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ആണ് എടുത്തുകൊണ്ടിരുന്നത്. The last couple of times we considered passages for Bible study. I was speaking concerning faith. ഇന്നും ഏകദേശം അതോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വാക്യം വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. And today also the verse that I want to read is in connection with that same topic. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. Hebrews chapter 11 and verse 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. But without faith it is impossible to please him, for he who comes to God must believe that he is, and that he is a rewarder of those who diligently seek him. ഞാൻ പ്രശ്നോട് പറഞ്ഞ് ഈ വിഷയമാണ് എടുക്കുന്നത് പറഞ്ഞപ്പോൾ പ്രശ്നം പറഞ്ഞു ഇന്ന് ബൈബിൾ പ്രസിഡന്റ് സൺഡേ സ്കൂളിനും ആ വിഷയം തന്നെ ആയിരുന്നു പഠിപ്പിച്ചതെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു റിപ്പീറ്റേഷനായി തോന്നിയേക്കാം. എനിവേ ഇവിടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് അപ്പോസ്തലനായ പ്രിയ ഈ ലേഖനകാരൻ ഇവിടെ പറയുകയാണ്. Here the writer of the book of Hebrews is saying that it is impossible to please God without faith. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ്, അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. Hebrews chapter 11 is a listing of the heroes of faith and their lives. എന്നാൽ അതിനിടയ്ക്ക് കയറ്റി ഒരു കാര്യം പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന്. But in the middle of this listing there is this particular truth that is mentioned, that it is impossible to please God without faith. എബ്രായ ലേഖനത്തിൽ ആദ്യോടന്തം നോക്കുമ്പോൾ ആ നിലയിൽ ഉള്ളതായ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. In Hebrews from beginning to end we see this very special characteristic. ഒരു പ്രത്യേക വിഷയം അങ്ങോട്ട് പറയും, അതിനുശേഷം ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. A specific topic is introduced and then there is a warning that's presented. അത് 2-ാം അധ്യായം മുതൽ തന്നെ നമുക്കങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. We see that starting at chapter 2 onwards. അങ്ങോട്ട് അത് മുന്നോട്ട് പോകുന്തോറും ആ വാർണിംഗിന്റെ തീവ്രത കൂടി വരികയാണ്. And as it progresses, as the book progresses, we see the intensity of that warning increase. അങ്ങനെയുള്ള ആ വാർണിംഗിൽ നിന്നും രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായ പഠിപ്പിക്കലുകളെ ഒക്കെ ആ സംശയം തോന്നിക്കാവുന്നതായ ചിന്തകളൊക്കെയും അതിൽ നിന്ന് വരുന്നുണ്ടായിട്ട് നമുക്ക് തോന്നും. And some may interpret those warnings to mean that salvation can be lost, and there are confusions regarding that. ആ നിലയിൽ എന്നാൽ നമുക്ക് അറിയാം, രക്ഷ ഒരു നാളും നഷ്ടപ്പെടുന്നതല്ല, അത് വിശ്വാസികൾക്കാണ് ഇത് എഴുതുന്നത്. എന്നാൽ വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. But we know that our salvation can never be lost. This is being written to Christians, and this is something that we should carefully consider. വളരെ സൂക്ഷിച്ച ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ള അത് ആ ഒരു മുന്നറിയിപ്പാണ് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. What we see in those warnings is the warning that the Christian life should be led very carefully. ഇവിടെയും അപ്പോസ്തലൻ ലേഖനകാരൻ എഴുതുമ്പോൾ അതിന്റെ 4-ാം വാക്യവും 5-ാം വാക്യവും 2 വിശ്വാസ വീരന്മാരുടെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഈ വാക്യം ഇവിടെ ഈ കാര്യം പറയുന്നത്. Here also, as the writer says this in verse 6, he just talked about 2 heroes of faith in the previous verses, in verse 4 and verse 5. ഇത് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത നോഹ മുതലായവരുടെ കാര്യങ്ങൾ പിന്നീട് പറയുന്നത്. And after stating this fact, he continues on to talk about Noah and the others going forward. ഈ വിശ്വാസ അതായത് ഹാബേലും ഹാനോക്കും എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന്. So here, after talking about Abel and Enoch, he is talking about how it is impossible to please God without faith. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവർ ചെയ്തതായ കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. So it is a good thing for us to look into their lives to see what they did.
അതുകൊണ്ട് നമുക്ക് നാലാം വാക്യം വായിക്കാം. So may we also read verse 4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിനെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. By faith Abel offered to God a more excellent sacrifice than Cain, through which he obtained a witness that he was righteous, God testifying of his gifts, and through it being dead he still speaks. അതെ, ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ചാണ് ഇവിടെ, അല്ലെങ്കിൽ കുറിച്ചാണ് അവിടെ പറയുന്നത്. Here we are reading about the sacrifice that Abel offered. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. And there, concerning that, we read in the book of Genesis in chapter 4. ഉൽപ്പത്തി 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിലാണ് ഇതേക്കുറിച്ച് നാം വായിക്കുന്നത്. And specifically in verses 3 and 4 of that chapter is where we read about this happening. കുറെ കാലം കഴിഞ്ഞിട്ട് നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. And in the process of time it came to pass that Cain brought an offering of fruit of the ground to the Lord. Abel also brought of the firstborn of his flock and of their fat, and the Lord respected Abel and of his offering, but he did not respect Cain and his offering. അതെ, ഇവിടെ കയീനും ഹാബേലും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരുന്നതായിട്ട് നാം കാണുന്നു. Here both Abel and Cain bring an offering before the Lord. യഹോവയ്ക്ക് വഴിപാട് അല്ലെങ്കിൽ യാഗം കഴിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതായത് അന്ന് എഴുതപ്പെട്ട നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം അന്ന് ഇല്ലായിരുന്നു. We know that the written law was not there that specified that you had to bring a sacrifice to God. എന്നാൽ ഈ യാഗത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ദൈവം ആദമിനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ നിലയിൽ അവർ ആദമിൽ നിന്ന് കണ്ട് അവരെ പിന്നെ അവരുടെ മക്കളും തലമുറകളും അത് പിന്തുടർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. What we can presume from that is that God had revealed concerning sacrifices to Adam and Eve, and they passed that knowledge to their descendants, and they were doing that according to the commandment of God. അതിനുശേഷം നോഹയുടെ കാര്യം, അബ്രഹാമിൻ്റെ കാര്യം ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവർ യാഗം കഴിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ യാഗം എന്നുള്ളത് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് മുതൽ ഉള്ള ഒരു കാര്യമാണ്. And then also we see both Noah, Abraham, and others bringing sacrifices to God. So this practice of offering to God was practiced even before the written law. അന്ന് എഴുതപ്പെട്ട നിയമമില്ലായിരുന്നെങ്കിലും ദൈവിക വ്യവസ്ഥകൾക്ക്, ദൈവിക പ്രമാണങ്ങൾക്ക് യാതൊരു വ്യത്യാസവും അന്നും ഇന്നും ഇല്ല. Even though the law was not formally written at that time, God's principles were always the same, and it was always being followed. ഇവിടെ കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു വഴിപാട് യഹോവയ്ക്ക് കൊണ്ടുവന്നു എന്നാണ് നാം 3-ാം വാക്യത്തിൽ വായിച്ചത്. In verse 3 we read that in the process of time Cain brought of the offering of the fruit of the ground to the Lord. ഇതൊക്കെ നാം സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്. These are things that we learn from our Sunday school age onwards. ഇവിടെ കയീന്റെ യാഗത്തിൽ രക്തമില്ലായിരുന്നു, അതുകൊണ്ടാണ് യഹോവ പ്രസാദിക്കാഞ്ഞത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. Oftentimes we consider that Cain's sacrifice did not have blood, and that's why God did not accept his sacrifice. എന്നാൽ അങ്ങനെ അല്ലാത്ത വഴിപാടിൽ അല്ലെ യാഗത്തിൽ യഹോവ പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. But also there are offerings without blood that God was pleased in. അതായത് ഭോജനയാഗത്തെ കുറിച്ച് പറയുന്നു, അതിവിശുദ്ധമാണ് ഭോജനയാഗം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അവിടെ ഭോജനയാഗത്തെ കുറിച്ചാണ് നാം വായിക്കുന്നത്. We read of the grain offering that is mentioned in Leviticus chapter 2 and other places. അത് അവിടെ രക്തമില്ല, and there is no blood in that. എന്നാൽ യഹോവ അതിൽ പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. But God is pleased in that grain offering. അവിടെ എന്നാൽ അതിനുശേഷം സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ അവിടെയും യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. In Numbers chapter 18 and verse 12 there also we read of an offering offered before God. അത് യഹോവ ഓഫറിംഗ് അല്ല, അത് പിന്നെ യഹോവയ്ക്ക് വഴിപാട്, അതായത് ആദ്യ ഫലവും ദശാംശവും ഒക്കെ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. There is what we see there is the first fruits and
and tithe being offered to God. അതൊക്കെ എന്നാൽ ഇവിടെ ഭോജനയാഗത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഭോജനയാഗം അത് നേരിയ മാവ് ആയിരിക്കണം, അതിൽ എണ്ണ ചേർക്കണം, അതിൽ കുന്തുരുക്കം ഇടണം എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. When we read that, it says that your grain offering should be fine flour and you should add oil and frankincense to that offering. അതേപോലെ സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്ന ഭാഗത്ത് നിന്റെ എണ്ണയിൽ നിന്ന് വിശേഷപ്പെട്ടത്, അതുപോലെ നിന്റെ പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷപ്പെട്ടത് കൊണ്ടുവരണം എന്നാണ് യഹോവ അവിടെ കൽപ്പിക്കുന്നത്. And there in Numbers we read how they should bring the grain offering with oil and with wine that they should offer to the Lord. No, അതല്ല. Let me read that. All the best of the oil, all the best of the new wine and the grain, their first fruit, which they offer to the Lord, I've given them to you. അതെ, ആദ്യ ഫലത്തില് അതിൽ ഏറ്റവും നല്ലത്, ബെസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉത്തമമായത് യഹോവയ്ക്ക് കൊണ്ടുവരണം എന്നാണ് അവിടെ നാം വായിക്കുന്നത്. In other words, they should bring the best of all, the best thing that they have, they should bring for the Lord. എന്നാൽ ഹാബേലിൻ ഈ കയ്യിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം താൻ ചെയ്തതായിട്ട് നാം ഇവിടെ വായിക്കുന്നില്ല. But in the case of Cain, he did not do such a thing. അതിന്റെ ഹാബേലിന്റെ യാഗത്തെ കുറിച്ച് വായിക്കുമ്പോഴാണ് കയീന്റെ യാഗത്തിന്റെ ആ പോരായ്മ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. It is when we read of Abel's offering that we come to understand the lackings of Cain's offering. അതായത് ഹാബേല് ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. What Abel brought was from the firstborn of his flock and of their fat. അതായത് ഹാബേല് ആട്ടിൻകൂട്ടത്തിൽ കണ്ണുവെച്ചിട്ട് അതിൽ കടിഞ്ഞൂലായതിനെ, അതിൽ ഏറ്റവും യോഗ്യമായ അല്ലെങ്കിൽ ഏറ്റവും മേത്തരമായതിനെയാണ് യഹോവയ്ക്ക് കൊണ്ടുവന്നത്. So what we see is that Abel examined his flock and took from the best that he had, the firstborn of his flock, that is what he offered to God. എന്നാൽ കയീൻ ആ നിലയിൽ യാതൊരു നിബന്ധനയും അല്ലെങ്കിൽ യാതൊരു ശ്രദ്ധയും കൊടുത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But Cain, on the other hand, he did not have any type of special care when he brought his offering to God. അതെ, യഹോവയ്ക്ക് ഉത്തമമായത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നാൽ കയീന്റെ കാര്യത്തിൽ അങ്ങനെ ഉത്തമമായത് കൊണ്ടുവന്നതായിട്ട് നാം അവിടെ വായിക്കുന്നില്ല. When the instruction was to bring your very best to God, we see that Cain did not bring his best to God. അതുകൊണ്ടാണ് യഹോവ കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിക്കാഞ്ഞത്. That is why God did not respect Cain and his offering. എന്നാൽ ഹാബേല് അത് ഏറ്റവും മേത്തരമായത് അല്ലെങ്കിൽ അത് ഉത്തമമായത് യഹോവയ്ക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഹാബേലിലും അവന്റെ യാഗത്തിലും യഹോവ പ്രസാദിച്ചു. But Abel, on the other hand, he brought the best that he had and offered to the Lord, and God respected him and his offering. അതെ, ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് നല്ല ഒരു പാഠമാണ്. And this is also a good lesson for us. നാം സഭായോഗത്തിനും ആരാധനായോഗത്തിനും സഭാ കൂടിവരവുകൾക്കൊക്കെയും വരുമ്പോൾ നാം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. When we come to the presence of God, when we come for meetings and for Sunday morning meetings, we should examine how we are coming in the presence of God. കയീൻ കടന്നു വന്നതുപോലെ കയ്യിൽ കിട്ടിയത് കൊണ്ട് വന്ന് അത് യഹോവയ്ക്ക് യാഗം കഴിക്കുകയാണോ? Are we coming like Cain, just gathering up whatever he finds on the way and coming to the Lord? അതെ, അതോ നിങ്ങൾ വാസ്തവമായി ഒരുക്കി അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായത് കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം കഴിക്കുകയാണോ? But do we come with preparation, bringing the best that we have to offer to God? അതെ, യഹോവ നമുക്ക് നൽകിയിരിക്കുന്ന അനേക നന്മകള് അനുഗ്രഹങ്ങളുണ്ട്. യഹോവയ്ക്ക് കൊടുക്കുവാൻ എന്നാൽ നമുക്ക് യാതൊന്നുമില്ല. There are so many blessings that we receive from the Lord, but don't we have anything to give back to the Lord? അതെ, യഹോവയ്ക്ക് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരിക്കുമ്പോഴാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. It was when the Israelites were going through the desert that they built the tabernacle. അത് അവിടെ നോക്കുമ്പോൾ ആ മരുഭൂമിയിൽ അവർക്ക് സമാഗമന കൂടാരത്തിന് സ്വർണവും വെള്ളി അതിന്റെ താമ്രം ഇതൊക്കെയും അവിടെ വെച്ച് ശേഖരിക്കുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ ടണ്ണ് കണക്കിനാണ് സാധനങ്ങൾ അവിടെ കടന്നു വന്നത്. And they are gathering up all those things, gold and silver and bronze and all those things that were required to build the tabernacle, and they would need that in abundance in tons. അതായത് സ്വർണം തന്നെ 1100 കിലോയിലധികമായി
ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. And the math is that just the gold added up to about 1100 kilograms. അതേപോലെ അതിൽ കൂടുതൽ വെള്ളിയും അതിൽ കൂടുതൽ താമ്രവും ഉണ്ടായിരുന്നത്. Even more silver and even more bronze. അതെ, അതൊക്കെയും ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി അവരുടെ കയ്യിൽ ദൈവം അവർക്ക് കൊടുത്തിരുന്നതാണ്. And all those things were given by God to them so that they can offer it back to God. കാരണം അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ അവരോട് പറഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ അവരെ കൊള്ളയടിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ വേപ്പനമായതൊക്കെ അവരോട് വാങ്ങിച്ചുകൊള്ളണം എന്ന് പറയുന്നു. അത് അവർ വാങ്ങിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് അവർക്കത് കൊടുക്കുവാൻ കഴിഞ്ഞത്. Because when they had left Egypt, God had instructed them to ask of their neighbors for these goods, and in that way to plunder the Egyptians. And because they followed it, that instruction is why they had that available to offer it back to God. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും യഹോവ നമുക്ക് നൽകിയിരിക്കുന്ന എത്രയോ അനുഗ്രഹങ്ങൾ, ആത്മീയവും ഭൗമികമായ അനുഗ്രഹങ്ങളുണ്ട്. And how many both physical and spiritual blessings we enjoy from the Lord each day. കർത്താവ് ദൈവത്തിന്റെ മേത്തരമായ അല്ലെങ്കിൽ ഏകജാതനായ പുത്രൻ, ഏകജാതൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തു അങ്ങനെ ഏകജാതനായിട്ട് ജനിച്ചത് കൊണ്ടല്ല, എന്നാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുത്രനെയാണ് നമുക്ക് നൽകിയത്. What God has given to us is the Lord Jesus Christ, his only begotten son, only begotten in not in the sense that he had other children, but to say that it was his best that he offered to us. അതെ, കർത്താവ് യേശുക്രിസ്തുവിനെ തന്ന് നമ്മെ സ്നേഹിച്ച ആ കർത്താവിന് കൊടുക്കുവാൻ നമുക്കും വല്ലതും ഉണ്ടായിരിക്കണം. But God who gave us his only begotten and loved us in that manner, we should offer back to him at least something. അതെ, ന്യായപ്രമാണത്തിൽ 3 പ്രാവശ്യം യഹോവയായ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ വെറും കൈയോടുകൂടെ എന്റെ അടുക്കൽ വരരുത് എന്ന്. In the law there are 3 times where God says you should not come to my presence empty-handed. അവിടെ പുറപ്പാട് പുസ്തകം 13:15, 34:20, ആവർത്തനം 16:16 ഈ 3 വാക്യങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ യഹോവയുടെ അടുക്കൽ വെറും കൈയായി കടന്നു വരരുത് എന്ന്. Exodus 23:15, Exodus 34:20, and Deuteronomy 16:16. Those 3 verses are where God says you should not come empty-handed before me. അതെ, യഹോവയുടെ മുമ്പിൽ വെറും കൈയായി വരുവാൻ ഒരിക്കലും നമുക്കും ഇടവരില്ല. കാരണം യഹോവ നമുക്ക് അനേകം നന്മകൾ, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. And we also should be careful not to come before the Lord empty-handed, because God has given us so many blessings. അതെ, ആത്മീയവും ഭൗമികവുമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. Both physical and spiritual blessings he has given us. സഭായോഗങ്ങളിലേക്ക് വരുമ്പോൾ ഭൗമിക നന്മകളും നാം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. When we come to our meetings in the church, we should also be thankful about the physical blessings that he gives. അത് പലപ്പോഴും ഇന്ന് സഭകളിൽ നോക്കുന്ന ഉടനെ പലർക്കും അവരുടേതായ മിനിസ്ട്രികളുണ്ട്. When we go to our assemblies, oftentimes individuals have their own ministries. അതുകൊണ്ട് പലപ്പോഴും സഭയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുന്നില്ല. So oftentimes they don't bring any contribution to the church. എന്നാൽ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. But that's never a good thing. ഏതൊരു സഭയ്ക്കും അതിൻ്റെതായ ചെലവ് കാര്യങ്ങളുണ്ട്. Every assembly has their own expenses. അത് നടക്കേണ്ടത് അത് ചുരുക്കം പേരുമല്ല, എല്ലാവരും കൂടിയാണ് അതൊക്കെ നടത്തേണ്ടത്. It's not just a few people who contribute towards that, it should be everyone contributing. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. So that's something that we should pay careful attention to. അത് കഴിഞ്ഞ ദിവസം പ്രശ്നം എടുത്തപ്പോൾ ആ മലാഖി പ്രവചനത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ പോലെ അവിടെ തന്നെ മലാഖി 3:10 വായിക്കുന്നുണ്ട്, യഹോവയുടെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ യഹോവയുടെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന്. Because the last time we considered Malachi, in Malachi chapter 3, we read that they should bring tithe for the house of the Lord. അത് യഹോവയുടെ സഭാ കാര്യങ്ങൾ നടക്കേണ്ടതിന് അത് സഭായോഗങ്ങളിലേക്ക് സഭയിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ കൂട്ടായ്മ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. So for the functioning of the assembly also, we should bring our contributions to the assembly. അതെ, അല്ലാതെ അതായത് അവരവരുടെ മിനിസ്ട്രി നടക്കുന്നത് അത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കി തോന്നിയത് അത് കൂട്ടം വിട്ടു നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. But when you go after your own ministries, what happens is that you are leaving the flock and going your own way. അതുകൊണ്ട് യഹോവ ചെയ്ത നന്മകളിൽ നിന്ന് അനുഗ്രഹം, അതെ
ഹാബേൽ അർപ്പിച്ചതുപോലെ ഏറ്റവും മേത്തരമായത് യഹോവയ്ക്ക് കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കുക. We are obligated to give to God just as Abel offered the sacrifice to bring the best that we have to God. ഹാബേല് യാഗം കഴിച്ച് യഹോവയെ പ്രസാദിപ്പിച്ചു. ഹാബേലിലും അവന്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നു. Abel brought an offering before the Lord and God respected him and his offering. അതായത് അടുത്ത നമുക്ക് ഹാനോക്കിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. When may we consider Enoch and his life next. അത് ഉൽപ്പത്തി പുസ്തകം 5:21 മുതലുള്ള വാക്യങ്ങളിലാണ് ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്. We read of Enoch in Genesis chapter 5 and verse 21 on. ഹാനോക്കിന് 60 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 വയസ്സായി സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Enoch lived 65 years and begot Methuselah. After he begot Methuselah, Enoch walked with God 300 years and had sons and daughters. So all the days of Enoch were 365 years, and Enoch walked with God, and he was not, for God took him. അതെ, ഇവിടെ നാം വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. Here we read that Enoch walked with God and he begot sons and daughters. അതെ, ഇന്ന് പല സമൂഹങ്ങളിലും അത് കുടുംബജീവിതം ദൈവത്തോടു കൂടെ നടക്കുവാൻ തടസ്സമാണ് എന്ന് പറഞ്ഞ് വിവാഹം വിലക്കുന്ന കൂട്ടങ്ങളുണ്ട്. Oftentimes what we see in Christendom is this concept of saying that you can serve God because you're married and for that reason not getting married. Even അതായത് വിവാഹം കഴിച്ചവർ പോലും ഒന്നിച്ചു താമസിക്കുവാൻ അനുവദിക്കാത്ത കൂട്ടങ്ങൾ. People who don't even allow married people to stay together. അതെ, എന്നാൽ ഇവിടെ നമ്മുടെ കുടുംബ ജീവിതം യഹോവയെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഹാനോക്കിന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. But what Enoch's life proves is that our family life should never be a deterrence to the work of God. ഇവിടെ നമ്മുടെ സാധാരണ തർജ്ജിമകളിലൊക്കെയും കാണുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് മാത്രമാണ്. What we see in most translations of the Bible is that Enoch walked with God. എന്നാൽ സെപ്റ്റുജന്റ് ബൈബിളിൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നു എന്നാണ് വായിക്കുന്നത്. In the Septuagint we read that Enoch pleased God and walked. അതായത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്നു എന്ന് അവിടെ വായിക്കുന്നു. In other words, we read that Enoch walked with God and in so doing he pleased God. അതെ, ഹാനോക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. We don't read of Enoch doing anything particular here. യാഗം കഴിച്ചതായിട്ട് നാം വായിക്കുന്നില്ല. It doesn't say that he brought an offering to God. യാതൊന്നും ചെയ്ത് തന്റെ ജീവിതം യഹോവയ്ക്ക് പ്രസാദമായിരുന്നു. His life was pleasing to God, not that he did anything specific here. അതെ, അതായത് യഹോവയോട് കൂടെ നടക്കണം എങ്കിൽ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. But he walked with God, and if he did so, then there are certain things that was true about his life. അതെ, ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ കഴിയുമോ എന്ന്. In Amos chapter 3 and verse 3 we read that how can two walk unless they agree? അതെ, രണ്ടുപേർ ഒത്തിട്ട് മാത്രമേ ഒന്നിച്ച് നടക്കുവാൻ കഴിയുള്ളൂ. You can only walk together if you agree with each other. ഹാനോക്ക് ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി, ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് അതിനനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിഞ്ഞത്. Enoch understood God, he understood the precepts of God, and that is why he was able to walk with God. അതെ, ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നടന്നു. He walked in fellowship with God. ദൈവവുമായുള്ള ആ വിധേയത്വം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് സമർപ്പിച്ച് നടന്നു. He walked in submission and in full trust with God. ആ നിലയിൽ പൂർണ്ണമായിട്ട് യഹോവയെ പ്രസാദിപ്പിച്ച് ഹാനോക്ക് ജീവിച്ചു. And in that sense, fully pleasing him, Enoch walked with God. അതെ, കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 11:28 പറഞ്ഞു, എന്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പീൻ എന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. Our Lord Jesus Christ himself in Matthew chapter 11 and verse 28, he says,
take my yoke and to learn from me. അതെ, ഞാൻ താഴ്മയും വിനയമുള്ളവനാകുവാൻ എന്നോട് ചേർന്ന് എന്റെ മുഖം എടുത്തുകൊള്ളുക. I am meek and lowly, and for that reason come and walk with me. കാരണം ഒരു നുകത്തിൻ കീഴെ ആയിരിക്കണമെങ്കിൽ രണ്ടുപേരും ഒരേ ലെവലിൽ ഉള്ളവർ ആയിരിക്കണം. Because if you are tied, if two are bearing a yoke together, then they should be on the same ഒന്ന് level. ഉയർന്ന് ഒന്ന് താണു ഇരുന്നാൽ കഴിയയില്ല. If one is lifted up and the other one is low, then you can't walk ഒന്ന് together. മുന്നേ പോയി മറ്റൊന്ന് പുറകെ നിന്നാൽ സാധിക്കുകയില്ല. If one is forward and the other is backwards, it doesn't രണ്ടും work. ഒരേ നിലയിൽ ഒരു ലെവലിൽ പോകേണ്ട കാര്യമാണ് ഈ നുകത്തിൻ കീഴിൽ പോകുക എന്ന് പറയുന്നത്. So when you walk under a yoke, it should be on the same level. അതെ, അതേപോലെ കർത്താവ് പറഞ്ഞ താഴ്മയും വിനയമുള്ളവനാകൊണ്ട് എന്നോട് ചേർന്ന് പഠിക്കുക. So the Lord said, because I am meek and lowly, you come and learn from me. അതെ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് ആ കർത്താവിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. When we so that we walk with the Lord, we should also have the same mindset of Christ. അതേ, ആ നിലയിലാണ് ഹാനോക്ക് കർത്താവ് ദൈവത്തോടുകൂടി നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And it is in that manner that Enoch walked with God. അതെ, ഹാനോക്കിന്റെ ജീവിതം യഹോവയ്ക്ക് പ്രസാദം ഉള്ളത് ആയിരുന്നു. Enoch's life was one that pleased God. ഹാബേൽ യഹോവയ്ക്ക് ശ്രേഷ്ഠമായ വഴിപാട് കൊണ്ടുവന്നു. Abel brought an offering that pleased God. യഹോവ അതിൽ പ്രസാദിച്ചു. God was pleased in that. ഹാനോക്കിന്റെ ജീവിതത്തിൽ ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവന് യഹോവന് പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നു. Enoch also walked with God, and we read in Hebrews that God was pleased in his life. അതെ, ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ അധികം വർഷം ഇല്ല. When we consider each of their lives, they don't have long lives. ഹാനോക്കിന്റെ ജീവിതം നോക്കിയാൽ ആ സമയത്ത് ഉള്ള ഒരു ജീവിത ദൈർഘ്യം നോക്കുമ്പോൾ ഏകദേശം അവറേജ് ഒരു 900 വർഷത്തെ ആയുസ്സാണ് അന്നുണ്ടായിരുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നത്. When we consider Enoch's life in the context of the lifespans then, when people lived almost 1,000 years, എന്നാൽ ഇവിടെ ഹാനോക്ക് 365 സംവത്സരം മാത്രമേ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. Enoch was only here for 365 years. അതുപോലെ ഹാബേലിന്റെ ജീവിതത്തിലും എത്ര നാൾ ജീവിച്ചു എന്ന് നാം വായിക്കുന്നില്ല. Also in Abel's life, we don't read how many years he lived. ഏതായാലും അധികം നാൾ ഹാബേലും ജീവിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We can assume that he also did not live for a long time. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനൊക്കെ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്നത്. So in relation to our lives also, it's not about how long we lived, but how we lived the days that we have. അതുകൊണ്ട് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം നാം എങ്ങനെ ജീവിക്കുന്നു, യഹോവയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ എന്ന് നാം നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്തു എന്നത് നന്നായിരിക്കും. So we need to examine our own lives to see how were we living our Christian life. Are we living a life that is pleasing to God? അവിടെ ഇനി 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. Then in verse 6 we read, but without faith it is impossible to please him. ഞാൻ ചിന്തിച്ചപ്പോൾ ആദമാണ് ഏറ്റവും കൂടുതൽ യഹോവയെ പ്രസാദിപ്പിച്ച് നടക്കേണ്ടുന്ന വ്യക്തി എന്ന് എനിക്ക് തോന്നി. When I thought about it, I thought that it was Adam who should have lived the most pleasing life to God. കാരണം ആദം യഹോവയെ സൃഷ്ടിച്ചു. ആദമിന് ഭാര്യയെ അല്ലെങ്കിൽ ഹവ്വയെ യഹോവയായി ദൈവം കൊടുത്തു. ആദമിനോട് യഹോവ നേരിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഒന്നിച്ച് നടന്നു, ഒന്നിച്ച് അവർ സംസാരിച്ച് എല്ലാം നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആദാം. Because God created Adam, he created Eve as his wife. God spent time with Adam, talked to him face to face. He had that good fellowship with God. അതുകൊണ്ട് ആദാമിനെ യഹോവയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. So he is the person who should be pleasing to God. എന്നാൽ ആദാമിന് പാപം നിമിത്തം അത് സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But because of sin, Adam failed to do that. അതെ, ആദാമിന്റെ പാപത്തെ കുറിച്ച് ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ആദം എന്റെ നിയമം ലംഘിച്ചു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. Concerning Adam's sin in Hosea chapter 6 and verse 7, we read that Adam has broken my law, my commandment. അതെ, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു.
Let me read that. Hosea 6:7. Hosea chapter 6 and verse 7. There we read in verse 7, but like men, they transgress the covenant, they are dealt treacherously with me. 7. ഇംഗ്ലീഷിൽ ഞാൻ നോക്കിയില്ല. മലയാളത്തിൽ ഇങ്ങനെയാണ്. അവിടെ എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസഘാതകം ചെയ്തു എന്നാണ്. Yeah, the footnote says, like men can also be translated like Adam. അവിടെ ആദാം അതായത് നിയമത്തെ ലംഘിക്കുകയും യഹോവയോടെ വിശ്വാസഘാതകം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവിടെ വായിക്കുന്നത്. So there Adam transgressed his covenant and dealt treacherously with God. അതെ, യാക്കോബിന്റെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ ആദമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്തിൽ മറച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദാം ലംഘനം മൂടി വച്ചിട്ട് അത് അകൃത്യം മാർവിടത്തിൽ മറച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. In Job chapter 33, chapter 31 and verse 33 we read, if I have covered my transgression as Adam by hiding my iniquity in my bosom. In other words, Adam hid his iniquity and hid it in his bosom. അതായത് ആദമിന്റെ പാപം നോക്കുമ്പോൾ യഹോവയായ ദൈവം അവരെ അത്രമാത്രം കൂട്ടായ്മയിൽ ഇരുന്നിട്ടും അതിനിടയ്ക്ക് ഒരു പാമ്പ് വന്ന് പറയുമ്പോൾ ആ ദൈവത്തോട് വിശ്വാസഘാതകം കാണിച്ചിട്ട് ആ പാമ്പ് പറഞ്ഞത് അവിടെ അനുസരിക്കുകയായിരുന്നു ചെയ്തത്. So even though they were in such strong communion with the Lord, when a snake showed up and said something different, Eve disobeyed God and listened to that serpent. അതാണ് യഹോവയോട് വിശ്വാസഘാതകം കാണിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. That is when we show disloyalty to God. അത് ഇന്നത്തെ തലമുറയിലും നമുക്കത് കാണുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത്. In today's generation also we see the same thing. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ എത്ര കരുതലോടെ അവരെ സൂക്ഷിച്ച് അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ, when the parents often bring up their children with great care and also telling them and giving them advice about life, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചുരുക്കനാളത്തെ ചിലരുടെ കൂട്ടുകെട്ടുകൾ കൊണ്ട് അവർ പറയുന്നത് കേട്ട് അവരുടെ പുറകെ പോകുന്ന അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. Oftentimes because of a short period of influence from some friends or something, they follow after them and leave what the parents said. അതാണ് വാസ്തവത്തിൽ ഇന്നും കാണുവാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണിത്. And this is a phenomenon that we see oftentimes today. അതാണ് ഇവിടെ ആദമിന്റെ പാപം പലപ്പോഴും ഒരു പഴം തിന്നതാണോ പാപം എന്ന് തെറ്റ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. Oftentimes many people would ask, is eating a fruit that big of a sin? എന്നാൽ അതല്ല, അതായത് നിയമം ലംഘിക്കുകയും അതായത് യഹോവയായ ദൈവത്തോട് വിശ്വാസഘാതകം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദാമിന്റെ ലംഘനം. But the sin of Adam was not just eating a fruit, but breaking the law of God and showing disobedience to the word of God. അതായത് അങ്ങനെ ആദാം തന്റെ നിയമത്തെ ലംഘിച്ചു. So Adam broke the commandment of God. അത് യഹോവയായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വിശ്വാസം ആവശ്യമാണ്. So when you need to please God, you need faith. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ചില ചോദിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന്. Some people come to Jesus and asks him, what should we do to please God? യോഹന്നാൻ 6:28-29 വാക്യം നമുക്ക് വായിക്കാം. May we go to John chapter 6 verses 28 and 29. അവിടെയും ഇംഗ്ലീഷിൽ ദൈവത്തിന് പ്രസാദമുള്ള എന്നുള്ള ആ വാക്കില്ല. എന്നാൽ മലയാളത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് തന്നെയാണ്. ഇത് വായിക്കാം, 28-29. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു.
Verse 28, when they said to him, "What shall we do that we may work the works of God?" Jesus answered and said to them, "This is the work of God, that you believe in him who he sent." അത് ഇവിടെ അവിടെ അത് പറഞ്ഞ ഇംഗ്ലീഷിൽ അത് പ്രസാദമുള്ള പ്രവൃത്തി എന്നുള്ളതിന് യഹോവയുടെ പ്രവൃത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മലയാളത്തിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. യഹോവയ്ക്ക് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഈ ജനം കർത്താവിനോട് ചോദിക്കുന്നത്. In English translation, that word pleasing God is missing, but when it says work the works of God, the meaning is, how do we work the works that are pleasing to God? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. And Jesus's response is, this is how you please God, by doing what? You believe in him who he sent. അതായത് കർത്താവിൽ യഹോവയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വിശ്വാസം ആവശ്യമാണ്, അല്ലെങ്കിൽ വിശ്വാസം കൂടാതെ യഹോവയെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. So to please God, what is essential is faith. Without faith it is impossible to please God. വിശ്വസിക്കാത്തവർ കർത്താവിൽ വിശ്വസിക്കണം. So those who do not believe should believe in the Lord. അത് വിശ്വസിച്ചവർ അത് കർത്താവിൽ അല്ലെ വിശ്വാസത്തിൽ വളരേണ്ടത് വളരെ ആവശ്യമാണ്. And also those who believed in the Lord should grow in their faith. എന്നാൽ എത്രമാത്രം വളരുന്നു എന്ന് എല്ലാവരും ഒന്ന് സ്വയപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. But this is another thing that we each should examine as to how much we are growing in our faith. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കിയാൽ വിശ്വാസികൾ ആത്മീയമായി അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയും. Oftentimes when we look to the past, we see believers growing in their faith. എന്നാൽ ഇന്ന് പലപ്പോഴും നാം വളർന്നു എല്ലാം മതിയായി എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ഉള്ളത്. But in today's world, when we look into our lives, it's often a state of complacency, saying that it is enough for me. എന്നാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കണം. But each day we should grow. അതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ 1 പത്രോസ് 2:1 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നത് പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. There are no shortcuts for that, as Peter says in his second epistle. You must feed on the unadulterated word. First epistle, chapter 2. Okay. അതായത് ദൈവവചനം കുടിക്കുക, അല്ലെങ്കിൽ വായിക്കുക, ധ്യാനിക്കുക, അല്ലാതെ ആത്മീയമായി വളരുവാൻ വേറെ യാതൊരു ഷോർട്ട് കട്ടുമില്ല. To drink the pure milk of the word, in other words, reading the word, meditating on it, there are no shortcuts other than that. അതെ, ഈ ദൈവവചനമാണ് ഏറ്റവും വലിയ ബൈബിൾ സ്കൂൾ. This word of God is the greatest Bible school you can have. ഇന്ന് വലിയ തിയോളജിക്കൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്, പഠിക്കുന്നത് നല്ലതുമാണ്. There are organizations that teach theology and all that, and that's a good thing. എന്നാൽ പഴയ കാലങ്ങളിലേക്ക് നോക്കിയാൽ ദൈവമക്കൾ ഈ ദൈവവചനത്തിൽ മാത്രമാണ് അവർ അടിസ്ഥാനപ്പെട്ടിരുന്നത്. But in olden times, if you consider the people who lived, they studied on the word of God only. ദൈവത്തിൽ നിന്നാണ് അവർക്ക് പ്രകാശനം ലഭിച്ചത്. They received illumination from God himself. അതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യം. And that is the most essential thing. ഞാൻ ചിന്തിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇന്നലെ ഒരാളോട് പറയുകയുണ്ടായി, സൈമൺ സാറിന്റെ കാലത്ത്, അതായത് സൈമൺ സാർ പാടി 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോകും അവന്റെ വഴി, അത് ഊഹിക്കാവതോ എന്ന്. ഇന്നത്തെ പോലെ സയൻസ് പുരോഗമിച്ച് അനേക വാനഗോളങ്ങൾ ഉണ്ട് എന്ന് അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. I was just talking to a brother yesterday how K.V. Simon several years ago wrote the song that talks about millions of planets, millions galaxies. Of galaxies, that we would transcend those and go to the presence of God. At that time, those things were not even discovered. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. But these are things that God revealed to him. അത് ഇന്നിപ്പോ കണ്ടിരിക്കുന്നു. അത് 1000 സൂര്യന്റെ ചൂടുള്ള വരും, അല്ലെ പ്രകാശം വരുമെന്ന് പറയുന്നു. എന്നാൽ അന്ന് തന്റെ സൈമൺ സാർ തന്റെ പാട്ടിൽ അതൊക്കെയും പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. You see, those expressions are in his songs, even though those things were not even discussed or invented or discovered then. അതെ, അതങ്ങനെ ആ ദൈവവചനത്തിനു മുമ്പാകെ ഇരുന്ന് കർത്താവിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ ആ നിലയിൽ ഇടയായി തീരട്ടെ. So our hearts, the understanding in our heart should be
enlighten us by us reading the word, meditating on him, and receiving blessings from the Lord. അതെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനിൽ വിശ്വസിക്കുക എന്നുള്ളതും The thing that pleases God is to believe in him. അത് മാത്രമല്ല ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും നമ്മിൽ ഉണ്ടായിരിക്കണം. And not only that, we should have the works of faith. തെസ്സലോനിക്ക ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 3-ൽ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹത്തിന്റെ പ്രയത്നവും നിങ്ങൾ പ്രത്യാശയുടെ സ്ഥിരതയും എന്ന് അവിടെ തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. Concerning the believers in Thessalonica, Paul says this, that they remembering without ceasing your work of faith, labor of love, and patience of hope in the Lord Jesus Christ. അതെ, വിശ്വാസത്തിന്റെ ഒരു വേല അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുണ്ട്. In other words, there is a work associated with faith. അല്ലാതെ ദൈവമുണ്ട് എന്ന് കേവലമുള്ള വിശ്വാസമല്ല. So it's not just the belief that God exists. അതെ, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നാം അന്യോന്യമുള്ള സ്നേഹത്തിലും കൂട്ടായ്മയിലൊക്കെ നാം പ്രവർത്തിക്കേണ്ടതാണ്. But that work of faith should be evident in our communion, in our fellowship with each other. കൂട്ടുവിശ്വാസികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. We should consider the needs of our fellow believers and help in that way. അതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. That is the work of faith. തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ അവർ പുതിയ സഭ അല്ലെങ്കിൽ പുതിയ വിശ്വാസികളായിരുന്നു. The Thessalonian church, they were new believers. അവരുടെ ജീവിതത്തിൽ ഇതൊക്കെയും പൗലോസ് അപ്പോസ്തലൻ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. Apostle Paul sees these things in their lives and he's praising God for them. എന്നാൽ നമ്മുടെയൊക്കെയും ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് സ്വയപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. But it is a good thing for us to turn back into our own lives and see and examine. അതായത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്നിവിടെ ലേഖനകാരൻ പറയുന്നുണ്ട്. He who comes to God must believe that he is. That's what we read in Hebrews. കേവലം ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല. Again, not just the belief that God exists. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. When I thought about that more, it's the belief that my God is with me. അല്ലാതെ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് 2-ാം അധ്യായം 19-ാം വാക്യം, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുമോ? കൊള്ളാം, പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. James says this in his epistle in chapter 2 and verse 19. You believe that there is one God, you do well. Even the demons believe and tremble. അതായത് പിശാചുക്കളും വിറയ്ക്കുന്നു ദൈവസന്നിധിയിൽ. So even the demons tremble in the presence of God. അവർക്ക് വരുവാൻ പോകുന്നതായ ആ ന്യായവിധിയെ കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ട്. Because they understand the judgment that is going to befall them. അവർക്ക് ആ ഭയം അവർക്കുണ്ട്. So they have that fear. എന്നാൽ ഇന്ന് വാസ്തവത്തിൽ പറഞ്ഞാൽ ദൈവമക്കളുടെ ഇടയിൽ നോക്കിയാൽ തന്നെ ദൈവഭയം ഇല്ലാത്ത ഒരു ജനമായി നാം മാറിയിരിക്കുകയാണ്. But in the midst of believers, when we look, we don't have the fear of God. അതുകൊണ്ട് എന്തും പറയുവാൻ, ദൈവവചനത്തിന് വിപരീതമായിട്ട് പറയുവാനും അല്ലെങ്കിൽ ഇന്ന് പ്രവർത്തിക്കുവാനും യാതൊരു മടിയുമില്ലാത്തവരായി ദൈവജനം തീരുന്നു എന്നുള്ളത് എത്ര ഖേദകരമായ കാര്യമാണ്. So God's people end up having no hesitation to do things that are against God's word, or even live in a manner that's against God's word. അതുകൊണ്ട് ദൈവഭയം ദൈവത്തിന് ആവശ്യമാണ്. So the fear of God is essential for us. അത് ടോണി ഇവൻസ് പറയുകയുണ്ടായി, ദൈവത്തിന്റെ വലിയ പ്രശ്നം അവിശ്വാസികൾ പാപം ചെയ്യുന്നതല്ല, വിശ്വാസികൾ പാപം ചെയ്യുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടുവിട്ടിട്ടുണ്ട്. I've heard from Tony Evans him saying that God's problem is not unbelievers committing sin, but believers committing sin. ഇന്നും അതുപോലെ തന്നെ പറയുവാൻ കഴിയുന്നതാണ്, അവിശ്വാസികൾക്ക് ദൈവഭയം ഇല്ല എന്നുള്ളതല്ല, വിശ്വാസികൾക്ക് ദൈവഭയം ഇല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രശ്നം എന്ന് പറയുവാൻ കഴിയും. So we can say that God's problem is not unbelievers not having the fear of God, but believers not having the fear of God. അതെ, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ജീവിക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് നാം വായിക്കുന്നത്. We read, blessed is he who fears God and lives in his ways. സദൃശവാക്യം 28-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എപ്പോഴും ഭയത്തോടെ ഇരിക്കുന്ന, അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എപ്പോഴും ദൈവ ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് അവിടെ വായിക്കുന്നത്. In Proverbs 28:14 we also read there that the happy is the man who is always reverent,
But he who hardens his heart will fall into calamity. അവിടെ റെവറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അതായത് ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ ഈ വെർഷനിൽ എപ്പോഴും ദൈവഭയത്തോടെ ഇരിക്കുന്നവൻ, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു ഫിയേഴ്സ് ദ ലോർഡ് ഓൾവേസ്. So that word reverence should say fears the Lord always. അതെ, ദൈവഭയത്തോടെ എപ്പോഴും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. In other words, the one who always lives with the fear of God is the one who is blessed. അതെ, എപ്പോഴും നാം ദൈവഭയത്തിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. It is important for us to live in the fear of God. അല്ല എങ്കിൽ നാം തെറ്റിപ്പോകും എന്നുള്ള യാതൊരു സംശയവുമില്ല. Because otherwise we will go astray and there is no question about that. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ദൈവം നമ്മെ കാണുന്നു, അത് ദൈവം കാണുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളെ, പറയുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. We should remember that God is with us and he is watching and he is always looking at the things that we are doing. സങ്കീർത്തനങ്ങളിൽ 128 ഒന്നാം വാക്യത്തിൽ യഹോവയെ അനുസരിച്ച് അവന്റെ വഴികളിൽ നടക്കുന്ന ഏത് മനുഷ്യൻ ഭാഗ്യവാൻ എന്നവിടെ വായിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കും. In Psalm 128 and verse 1 we read that blessed is the one who fears the Lord, who walks in his ways. അതെ, അത് പിന്നെ അവന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. And that psalm continues on to talk about the family of that man. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. The family will be blessed, his generations will be blessed. നമ്മുടെ അനുദിന ജീവിതത്തിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ജീവിക്കുവാൻ സഹായിക്കട്ടെ. So may God help us to live in the fear of God in the coming days. അതെ, പിന്നീട് അവിടെ പറയുന്നു, അവരുടെ തന്റെ അടുക്കൽ വരുന്നവർക്ക് യഹോവ പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നു. Also we read that God is a rewarder of those who diligently seek അതെ, him. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് പറയുന്നു. In Genesis chapter 15 and verse 1, God appeared to Abraham and said, do not be afraid, Abraham, for I am your shield, your exceedingly great reward. അതെ, ദൈവം തന്നെ അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്റെ പ്രതിഫലം ആണ്. So God is telling Abraham, I myself am your reward. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്റെ അവകാശത്തിന്റെ പാനപാത്രത്തിന്റെ ഓഹരി യഹോവയാണ് എന്ന്. In Psalm 16, David says that he is the portion, that God is his portion. അതായത് യഹോവയെ ഭയപ്പെട്ട്, അതായത് യഹോവയെ അന്വേഷിക്കുന്നവരെ, യഹോവയെ വിശ്വസിക്കുന്നവർക്ക് വാസ്തവത്തിൽ യഹോവ പ്രതിഫലം കൊടുക്കുന്നവനാണ്. The one who seeks after God, the one who diligently trusts in God, he is the very reward of them. അതാണ് നിത്യജീവൻ. യഹോവയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. And the reward is eternal life. The ones who believe in God have eternal life. അതോടുകൂടെ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. And along with that, every spiritual blessing in heavenly places is added to that. 1 പത്രോസ് 1-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശത്തിനായിട്ട് നമ്മെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. We read in 1 Peter chapter 1 and verse 5 that these things, it's an inheritance, incorruptible, undefiled, and reserved in heaven for us. അതെ, യഹോവയെ വിശ്വാസം കൂടാതെ യഹോവയെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Without faith it is impossible to please God. അതെ, നാം അനുദിന ജീവിതത്തിൽ യഹോവയെ വിശ്വസിച്ച് അവനെ ഭയപ്പെട്ട് എപ്പോഴും ദൈവഭയത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. In our daily lives, may we trust in God, may we fear and live in that fear in the coming days. അത് മുഖാന്തരം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. And because of that, our generations will be നമ്മുടെ blessed. സഭകൾ അനുഗ്രഹിക്കപ്പെടും. Our assemblies will be blessed. നമ്മുടെ സമൂഹം ഒക്കെയും നാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Our community will be blessed, and it is God's desire that our communities will be blessed through us. അതാണ് ആ അനുഗ്രഹങ്ങളാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത് നമുക്ക് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. That is the same blessing that God gave to Abraham. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തെ നമുക്ക് സ്വയപരിശോധന ചെയ്തുകൊണ്ട് ജീവിക്കാം. So may we examine our daily lives and live in that manner. നമ്മൾ യഹോവയുടെ ചെയ്യുന്ന പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ബന്ധത്തെ ഒന്ന് സ്വയപരിശോധിച്ച് ജീവിപ്പാൻ ഈ വചനങ്ങൾ നമ്മെ മുഖാന്തരം സഹായിക്കും. Concerning our life before God, concerning the things that we do for Him, concerning our Christian life, may we examine, and may these words help us to do that. May His name be glorified.